ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലൂഫ് എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ക്യാപ്റ്റൻ എർവിൻ സ്മിത്തിനെയും അതുപോലെ തന്നെ അവർ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന സർവേ കോപ്സ് സോൾജേഴ്സിനെയും തൂക്കിലേറ്റാനുള്ള കാര്യങ്ങൾ അവിടെ തകൃതിയായിട്ട് നടക്കുകയാണ്. മെയിൻ ഓഫീസേഴ്സ് ആണെങ്കിൽ പരസ്പരം പറയും വാൾ മരിയ അത് തകർത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും തെങ്ങിപ്പാർന്ന് വാൾ സീനിലേക്ക് കടന്നു വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യക്ഷാമം അത് വളരെയധികം കൂടും. പിന്നീട് കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ ജനങ്ങൾ പരസ്പരം തമ്മിലടിക്കാനായിട്ട് തുടങ്ങും. ഇനി അഥവാ വാൾമറിയ അത് തകർന്നു വീണിട്ടില്ല എങ്കിൽ തന്നെ ഇപ്പോൾ അവിടെ ഭക്ഷ്യക്ഷാമം തുടങ്ങിയിരിക്കുകയാണ്. എത്രയും വേഗം അത് നല്ല വേഴ്സ്റ്റ് കണ്ടീഷനിലേക്ക് എത്തും. എങ്ങനെ മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടൈറ്റൻസിന് മുൻപ് തന്നെ മനുഷ്യന്മാർ വാൾ സീന അത് തകർത്തകത്തേക്ക് വരും. സോ ആദ്യം വാൾമറിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് എർവിൻ സ്മിത്ത് പറയും. എർവിൻ സ്മിത്ത് ആണെങ്കിൽ അവർക്ക് താക്കീത് കൊടുക്കും. സർവേ കോപ്സിനെ കൊണ്ട് മാത്രമേ അത് ചെയ്യാനായിട്ട് കഴിയൂ. അവരത് മാത്രമാണ് ചെയ്തത്. ആ ഒരു മതിൽ പ്രൊട്ടക്ട് ചെയ്യാൻ, മുൻപിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ സർവേ കോപ്സിന് മാത്രമേ കഴിയൂ. അതാണോ സർവേ കോപ്സ് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് നിങ്ങൾ കണ്ടത്? അത് കേട്ടൊരു ഓഫീസർ ആണെങ്കിൽ ഇപ്പോൾ എർവിൻ സ്മിത്തിനോട് പറയും, അതുകൊണ്ടല്ല, മനുഷ്യരുടെ ജീവൻ തന്നെയാണ് എല്ലാറ്റിലുപരി അൾട്ടിമേറ്റ് ആയിട്ട് ഞങ്ങൾ കരുതുന്നതും കാണുന്നതും. അവർക്കപ്പുറത്തായിട്ട് ഒന്നിനും ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കാറില്ല. മനുഷ്യരെതിരായിട്ട് വരുന്ന അല്ലെങ്കിൽ മനുഷ്യകുലത്തെ തന്നെ നശിപ്പിക്കാൻ ഉതകുന്ന ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ അതിനെ തകർക്കണം. എർവിൻ അവൻ ടൈറ്റനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവനെ കൊണ്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു മനസ്സിലായിട്ടും അവനെ വിട്ടുതരാൻ നിങ്ങൾ തയ്യാറായില്ല. ഒരുപാട് തവണ ഞങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾ വിസമ്മതിച്ചു. അതുകൊണ്ടാണ് ഇപ്രകാരം ഒക്കെ സംഭവിച്ചത്. ഇതാണെങ്കിൽ തീർത്തു പറയും, ആ ടൈറ്റൻസിനെ കൊല്ലാനായിട്ട് എർനേഗറിന്റെ പവർ അത് ആവശ്യമാണ്. ആ ഹീറോ പയ്യനെ അതുകൊണ്ടാണ് ഞങ്ങൾ വിട്ടുതരാതിരുന്നത്. അത് കേട്ട ആ VIP ഒരാളാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ സർവേ കോപ്സ് അല്ല, ഞങ്ങളാണ്. അവൻ ഈ മതിലിനകത്തിരിക്കുന്നിടത്തോളം കാലം ജനങ്ങൾക്കും ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും വലിയ ഭീഷണിയാണ്. സോ അതുകൊണ്ടാണ് അവനെ നേരിടാനും തകർക്കാനും ഞങ്ങൾ പദ്ധതി ഇട്ടത്. അതെല്ലാം നിങ്ങൾ തകർത്തു. നേഗറിനെ ആരോ തട്ടിക്കൊണ്ടു പോയി എന്നുള്ള നാടകം നിങ്ങൾ ഞങ്ങൾക്ക് മുൻപിൽ കളിച്ചു. മാത്രമല്ല അതിന് സപ്പോർട്ട് ചെയ്ത ആളെ നിങ്ങൾ കൊന്നുകളഞ്ഞു. നിങ്ങളെല്ലാവരുമാണ് ഇപ്പോൾ ഞങ്ങളുടെയും ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയെന്ന് അവർ പറയും. അത് കേട്ട് ഇപ്പോൾ കമാൻഡർ പിക്സസ്, എറിസണും അതുപോലെ തന്നെ സർവേ കോപ്സും അവരാണ് ഇപ്പൊ മുൻപിൽ നിന്ന് പോരാടുന്നത്. അതോ അതിലില്ലെന്ന് ഞങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്തുമെന്ന് അവർ ചോദിക്കും. അത് കേട്ട് പിക്സസ് പറയും, നിങ്ങളുടെ ചോദ്യത്തില് സംശയത്തില് തീർച്ചയായിട്ടും ഒരുപാട് കഴമ്പുണ്ട്. മനുഷ്യരെല്ലാവരും തമ്മിലടിക്കുന്ന ഈ കാലത്ത് നമുക്കാരെ വിശ്വസിക്കാൻ കഴിയില്ല. മനുഷ്യരുടെ വിശ്വാസം സമാധാനം ഇല്ലാതാക്കാൻ ഒരു തീപ്പൊരി മാത്രം മതി. ട്രസ്റ്റ് നഗരത്തിൽ എന്റെ അസിസ്റ്റൻസിനെ അല്ലെങ്കിൽ എന്റെ സോൾജേഴ്സിനെ ഇല്ലാതാക്കുന്നതിന് മുൻപ് ഈ കാര്യം ഞാൻ അവരോട് പറഞ്ഞിരുന്നതാണ്. ഈ കോപ്സാണ് അപകടകാരികളെങ്കിൽ, തീപ്പൊരികളെങ്കിൽ അവരെയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. ഇനി അതങ്ങനെയല്ല എങ്കിൽ ഇവിടെ ഒരു മനുഷ്യൻ പോലും ബാക്കിയുണ്ടാവില്ല ടൈറ്റൻസിനെ തിന്നാൻ. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത രാജാവും അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന ആളുകളെല്ലാവരും പരസ്പരം ചേർന്ന് ഇപ്പൊ കമാൻഡർ എർവിൻ സ്മിത്തിന്റെ വിധിയെക്കുറിച്ച് തീരുമാനിക്കുകയാണ്. അതെ, ഇവൻ നിയമം തെറ്റിച്ചു. ശിക്ഷയിൽ കുറഞ്ഞ യാതൊരു ശിക്ഷയും ഇവൻ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വധശിക്ഷയ്ക്ക് അവനെ വിധിക്കുകയാണ്. നെയിലിനാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. കാരണം ഇവൻ ജനിച്ചതും ജീവിച്ചതും ഇതിനു വേണ്ടിയല്ല. സോൾജേഴ്സ് എല്ലാവരും അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അതേസമയം ആരോ ഒരാൾ ഡോർ തകർത്ത് അവിടേക്ക് വരും. േക്ക് വന്നതാണെങ്കിൽ വിളിച്ചു പറയും, വാൾമറിയിലെ ഗേറ്റ് അത് തകർന്നു. കൊളോസ്ട്രിയലും അതുപോലെ തന്നെ ആർമർ ടൈറ്റനും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. വാൾമറിയ പഴയതുപോലെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വാൾ സീനയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. പിക്സസ് ആണെങ്കിൽ വിളിച്ചു പറയും, എത്രയും വേഗം ജനങ്ങളെ അവരെ രക്ഷിക്കാനായിട്ട് വാൾ സീനയുടെ വ്യക്തികൾ അവർക്ക് മുൻപിൽ തുറന്നു കൊടുക്ക്. അത് കേട്ട് മിലിറ്ററി പോലീസ് ആണെങ്കിൽ അതിന് തയ്യാറാവുമെങ്കിലും ഉടനെ ആണെങ്കിൽ വിളിച്ചു പറയും, എത്രയും വേഗം ഗേറ്റുകൾ അടക്കി ഒരുത്തനെ പോലും അകത്തേക്ക് അയക്കാനായിട്ട് പാടില്ല. അത് കേട്ട് മിലിറ്ററി പോലീസും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഞെട്ടും. മിലിറ്ററി പോലീസ് ആണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് പറയും, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ുള്ള മനുഷ്യരിൽ 50% ഉള്ളത് അവിടെയാണ്. അവരെല്ലാവരും മരണപ്പെട്ടു പോയാൽ അതൊരു വലിയ വിപത്തായി മാറും. സോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനാള് പറയും, കമാൻഡർ എർവിൻ സ്മിത്ത് പറഞ്ഞതുപോലെ അവരകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ സീനയിൽ പട്ടിണി മരണവും അതുപോലെ തന്നെ പരസ്പരം ജനങ്ങൾ യുദ്ധവും നടത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു കാരണവശാലും അവരകത്തേക്ക് കടത്തിവിടാൻ പാടില്ല. അത് കേട്ട് അവർക്ക് എന്തു പറയണമെന്ന് അറിയില്ല. ഇവിടെ കമാൻഡർ പിക്സസ് ആണെങ്കിൽ ലേഡി സോൾജിയറിനെ നോക്കി എന്തൊരു ആക്ഷൻ കാണിക്കും. അവളാണെങ്കിൽ പുറത്തേക്ക് ഓടും. ഐസിന്റെ തിരിച്ചുവരവ് അതിലൂടെയെല്ലാം നമുക്ക് തിരികെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു മതിൽ അത് തകരാൻ കണ്ട സമയം. പക്ഷെ കുഴപ്പമില്ല, വാൾ സീനയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുമെന്ന് ഇപ്പോ ആ ഒരു എൽഡേഴ്സ് പറയും. പോലീസ് ആണെങ്കിൽ പരസ്പരം പറയും, എത്രയും വേഗം നമുക്ക് രാജാവ് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അതിന് നെയിലാണെങ്കിൽ സമ്മതിക്കില്ല, ഒരു കാരണവശാലും ഞാനത് ചെയ്യില്ല. രാജാവിന് അത് കേട്ട് ദേഷ്യം കൂടും. ഞങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ടില്ല എങ്കിൽ ആയിട്ട് ഞങ്ങളുടെ ശിക്ഷയ്ക്ക് വിധേയനാവുന്നത് അത് നീയായിരിക്കും. തന്നെ ഡാരഡ് സക്ലിൻ ആണെങ്കിൽ അവിടേക്ക് വന്ന് അവരോട് പറയും, അവരുടെ വാക്കുകളെ ഞാൻ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ്. എല്ലാവരുടെയും മുകളിലുള്ള മേലധികാരിയാണ് അദ്ദേഹം.
അത് കേട്ട് ഭരണാധികാരികളാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ എന്തായി പറയുന്നത്? ഇതെല്ലാം കേട്ട് നിങ്ങളും ഭയപ്പെട്ടു പോയോ? അതിന് അദ്ദേഹം പറയും, ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ കേട്ട ന്യൂസുകളെല്ലാം വ്യാജമാണ്. ആ മതിലുകൾ തകർക്കപ്പെട്ടിട്ടില്ല, ടൈറ്റൻസ് അകത്തേക്ക് വന്നിട്ടില്ല. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഷോക്കാവും. 10 നിമിഷം പിക്സസ് ആണെങ്കിൽ മുൻപോട്ടേക്ക് വരും. ഇതിന്റെ എല്ലാം പിന്നിലുള്ള ബ്രെയിൻ അതെന്റേതാണ്. ആക്ച്വലി ഞാൻ സർവേ കോപ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ രക്ഷിക്കാനാണ് നിങ്ങളിതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. സോ ഇങ്ങനെയൊരു ഘട്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളെ രക്ഷിക്കുമോ ഇല്ലയോ എന്നറിയാനാണ് ഇത്തരത്തിലൊരു ഡ്രാമ ഞാൻ ഏർപ്പാടാക്കിയത്. നിങ്ങളിപ്പോൾ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ എർവിൻ സ്മിത്തിനെ തൂക്കിലേറ്റാനുള്ള വിധി അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തേ. പക്ഷെ നിങ്ങൾ അപ്രകാരം ചെയ്തില്ല. യഥാർത്ഥ മുഖം അത് നിങ്ങൾ തന്നെ ഇപ്പോൾ കാണിച്ചു തന്നു. ഒരു കാരണവശാലും ഇനി നിങ്ങളുടെ റൂൾ ഞങ്ങൾ പാലിക്കില്ല. അത് കേട്ട് രാജാവാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നോബിൾസ് ആരും നിങ്ങളെ വിശ്വസിക്കില്ല. മാത്രമല്ല ജനങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അനുസരിക്കൂ, അത് മാത്രം അനുസരിച്ചേ അവർ പ്രവർത്തിക്കൂ. ഉടനെ അവിടെയുള്ള സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ രാജാക്കന്മാർക്ക് സേവ് ചെയ്യുന്ന മറ്റു സോൾജിയേഴ്സിനെ റൗണ്ട് ചെയ്യുകയാണ്. പിക്സസ് ആണെങ്കിൽ ഇപ്പോൾ അവരോട് പറയും, രാജാക്കന്മാരെ കഴിഞ്ഞും എല്ലാവരും വാല്യൂ കൊടുക്കുന്നത് നോബിൾസിനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ രാജാവ് ഒരു ഫേക്ക് ആണെങ്കിൽ ഉറപ്പായാലും അവനെ ആരും മൈറ്റ് ചെയ്യില്ല. നാടകം നിങ്ങൾക്ക് ഇനി മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അത് കേട്ട് അവർ ഞെട്ടുകയാണ്. സത്യങ്ങൾ മനസ്സിലാക്കിയെന്ന് മനസ്സിലായ അവരാണെങ്കിൽ ഇപ്പോൾ പിക്സസിന് നേരെ തിരിയും. അതിന് പിക്സസ് പറയും, ഇപ്പോൾ മുൻപ് ഗേറ്റുകൾ അടയ്ക്കാൻ നിങ്ങളെടുത്ത തീരുമാനം അത് 6-ാം നിയമം ലംഘിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ ഒരു ഫേക്ക് ആയിട്ടുള്ള രാജാവിനെ വെച്ച് നിങ്ങൾ ജനങ്ങളെ വഞ്ചിച്ചതിന് നിങ്ങൾ ഉത്തരം പറയണം. 10 നിമിഷം സോൾജിയേഴ്സ് ആണെങ്കിൽ കിങ്ങിനെയും ആ ഒരു ഓഫീസേഴ്സിനെ എല്ലാവരെയും ഗണ്ണൊക്കെ ഉപയോഗിച്ച് റൗണ്ട് ചെയ്യുകയാണ്. ഇവിടെ നെയിലാണെങ്കിൽ എർവിൻ സ്മിത്തിനോട് ചോദിക്കും, നീ ഇപ്പോൾ മോചിതനായിരിക്കുകയാണ്, നിന്റെ ലക്ഷ്യം ഇതായിരുന്നില്ലേ? പുറത്തു പറയാൻ ആഗ്രഹിച്ചിരുന്ന സത്യം അതിപ്പോൾ വെളിവാക്കപ്പെട്ടു. എല്ലാവരും സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിന്റെ മുഖത്ത് മാത്രം സന്തോഷമില്ലാത്തതെന്ന് നെയിൽ അവനോട് ചോദിക്കും. അതിന് എർവിനാണെങ്കിൽ അവനോട് പറയും, മനുഷ്യരാശി ഇപ്പോൾ കൂടുതൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ക്യാപ്റ്റൻ ലീവായുടെ അടുത്തേക്ക് മൊബിൽറ്റു അവർ രണ്ടുപേരും ഇപ്പൊ ലീവായുടെ അടുത്തേക്ക് വന്ന് പട്ടണത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ അദ്ദേഹത്തിനോട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അവർക്കാണെങ്കിൽ ആദ്യം കേൾക്കുമ്പോൾ വലിയൊരു ഞെട്ടൽ. വെയിൽസ് കമ്പനിക്കെതിരെയുള്ള ആരോപണം അത് ഇപ്പോൾ ഉള്ളവർ കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തി. ഇപ്പോൾ രാജാവിനെയും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നവരെ എല്ലാവരും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സത്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇത് ഇവിടെ ഫ്ലഗിലാണെങ്കിൽ ആ പത്രക്കാരൻ അപ്പൂപ്പനാണെങ്കിൽ പിടിച്ചു വരച്ച് കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതാ പ്രസന്റില് അവർ ആ ന്യൂസ് വായിക്കുകയാണ്. ഇത്രയും കാലവും ജനങ്ങൾ അറിയാതിരുന്ന സത്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ക്യാപ്റ്റൻ ലീവായി പറയുക, നമ്മുടെ ഹിസ്റ്റോറിയും പോലീസിന്റെ നേതാവും അവരൊക്കെ എപ്പോഴും എവിടെയാണെന്ന് നമുക്കറിയില്ല. അവരെ എത്രയും വേഗം കണ്ടെത്തണം. ഇതാ ഇവിടെ തലസ്ഥാനം കാണിക്കും. എറിന്റെ പ്ലാൻ അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭരണം അത് മിലിറ്ററി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതാ ഇവിടെ ലീവായും ഹാൻജിയും ടീമും എല്ലാം ഇപ്പൊ ഇവിടേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു റിപ്പോർട്ട് എടുത്ത് കാണിക്കും. ഇത് ആക്ച്വലി റെയ്സ് കുടുംബത്തെക്കുറിച്ച് മിലിറ്ററി ഫോഴ്സ് കണ്ടെത്തിയ റിപ്പോർട്ടാണ്. റെയ്സിന് സംഭവിച്ച ട്രാജഡിയെക്കുറിച്ചാണ് ഈ ബുക്കിലുള്ളത്. അതിന്റെ ചുരുക്കം ഇതാണ്. ആക്ച്വലി ലോർഡ് റെയ്സ് ആൻഡ് ഫാമിലിയാണ് അവരുടെ തന്നെ ഏറ്റവും വലിയ പ്രമാണികൾ. അദ്ദേഹത്തിന് മൊത്തം 5 മക്കളാണ്. അതിൽ ഒന്നാമത്തെ ആളുടെ പേര് ഫ്രീഡ. അവിടെയുള്ള കർഷകർക്ക് പോലും അവൾ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കെയാണ് 5 വർഷങ്ങൾക്ക് മുൻപ് വാൾമറയിൽ ആ ഒരു ദുരന്തം ഉണ്ടായത്. കള്ളന്മാരാണെങ്കിൽ റെയ്സ് ഫാമിലി ഉണ്ടായിരുന്ന ഒരു ചാപ്പലിൽ തീയിട്ടു. നടക്കുന്നത് എന്താണെന്നറിയാതെ അവർ ആ ചാപ്പലിൽ പെട്ടുപോയി. ഈസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും ആ കള്ളന്മാരുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു. ഇതെല്ലാം നടക്കുന്നത് ഹിസ്റ്റോറിയുടെ അമ്മ കൊല്ലപ്പെടുന്നതിന് കുറച്ച് ദിവസം മുൻപ് മാത്രമാണ്. സോ ഇതിനർത്ഥം തന്റെ കുടുംബം തകർക്കപ്പെട്ട റൈസ് അദ്ദേഹം ഹിസ്റ്റോറിയെ കണ്ടുപിടിക്കുക എന്നതാണ് ആദ്യമായിട്ട് ശ്രമിച്ചത്. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അദ്ദേഹം അപ്രകാരം ചെയ്യില്ല. അവളുടെ രക്തത്തിൽ എന്തെങ്കിലും ഒന്ന് മറഞ്ഞു കിടക്കുന്നുണ്ടാവുമോ? ആ ഒരു ചാപ്പല് മുഴുവനായിട്ടും അന്ന് നശിപ്പിക്കപ്പെട്ടു. അത്ര എളുപ്പത്തിൽ തകർക്കാൻ കഴിയാത്ത ചാപ്പല് അവർക്ക് എങ്ങനെ നശിപ്പിക്കാൻ കഴിഞ്ഞു? ആ ഒരു വലിയ ദുരന്തത്തിൽ ലോർഡ് റൈസ് മാത്രമാണെന്ന് രക്ഷപ്പെട്ടത്. അതിനുശേഷം ലോർഡ് റൈസ് അത് വീണ്ടും പുനർനിർമ്മിച്ചു. പക്ഷെ ആ ഒരു വലിയ ചാപ്പൽ തകർത്തത് ടൈറ്റൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും വേഗം അതിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തണം. കട്ട് ചെയ്ത കല്ലുകൾക്കിടയിൽ കിടക്കുന്ന നമ്മുടെ ഹീറോയായിരിക്കും കാണിക്കുക. ഹീറോയുടെ കൈകളും കാലുകളും ഒക്കെ തന്നെ ബന്ധിച്ചിരിക്കുകയാണ്. അവന്റെ തൊട്ടു മുൻപിലായി ഒരു പെൺകുട്ടി അവൻ കാണും. അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും, പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. ഇവിടെ ക്യാപ്റ്റൻ ലീവായി ആൻഡ് ടീമാണെങ്കിൽ ഹീറോയെയും ഹിസ്റ്റോറിയൊക്കെ കണ്ടുപിടിക്കാനായി അങ്ങനെ കടന്നു വരികയാണ്. ആർമിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ വലിയ വലിയ സംശയം. ഇവിടെ ഹീറോയുടെ അടുത്തേക്ക് ആരോ ഒരാൾ കടന്നു വരും. അവിടേക്ക് കടന്നു വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഹിസ്റ്റോറിയ. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.